ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് കച്ച ഡിസൈൻസിൽ നിന്ന് എടുത്ത 5 വെറൈറ്റി സാരീസാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ഒന്നും കൂടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അട്രാക്ഷൻ ഈ കളർ കോമ്പിനേഷനാണ്. കുബേര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ആൻഡ് കുബേര സിൽക്ക് ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ടും എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ഇത് കംഫർട്ടബിൾ ആണ്. ഉടുക്കുമ്പോഴും ഈ പറയുന്ന പോലെ ഫെസ്റ്റിവൽ ഫങ്ഷൻസിനൊക്കെ ഭയങ്കര എടുപ്പായിരിക്കും. ആൻഡ് ഇതാണ് ബോഡിയിൽ വരുന്നത്. ആൻഡ് എൻഡിൽ ടസൽ വർക്ക് ഉണ്ട്. ആൻഡ് മുന്താണി കാണിക്കാവേ. ഇതാണ് മുന്താണിയിൽ വർക്ക് വരുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു സാരിയാണ്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ബ്ലൗസ് വരുന്നത് ഇതാണ്. ഈ ഒരു ഡിസൈനിലാണ് ബ്ലൗസ് വരുന്നത്. അപ്പം ഞാൻ പ്രിൻസസ് കട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു ഇവിടെ ബീഡ്സ് പോലത്തെ ഒരു ഡിസൈനൊക്കെ വെച്ച്. ആൻഡ് ദിസ് ഇസ് ദ ബ്ലൗസ്. അടുത്ത സാരി ഒരു ഒലീവ് ഗ്രീൻ ആണ്. ആൻഡ് ഇത് സെമി സിൽക്കിൽ വരുന്നൊരു സാരിയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഈസി ആയിട്ട് ഉടുക്കാം, കംഫർട്ടബിൾ ആയിട്ട് ക്യാരി ഓഫ് ചെയ്യാം. ബോഡിയിൽ ഒരു ചെറിയൊരു മാംഗോ ഡിസൈനും കൂടിയുണ്ട്. സാരിയിൽ ഈ പറയുന്ന പോലത്തെ ഒരു ടസൽ വർക്ക് ഉണ്ട് കേട്ടോ എൻഡിൽ. ആൻഡ് ഇതാണ് മുന്താണിയുടെ ഡിസൈൻ. ഇങ്ങനെ എൻഡിലൊക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. അപ്പം സെമി സിൽക്ക് സാരി നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഫെസ്റ്റിവൽസിനും ഫംഗ്ഷനൊക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ കാഷ്വൽ വെയർ ആണെങ്കിൽ പോലും ഇത് നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലും നല്ല കളറും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു സെയിം ഒലീവ് ഗ്രീൻ തന്നെയാണ്. ആൻഡ് ഞാൻ ഇതിൽ പ്രിൻസസ് കട്ടല്ല, ഹൈനെക്ക് ബ്ലൗസ് ആയിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ഇതിൻ്റെ അറ്റത്ത് ഈ പറഞ്ഞാൽ ബോർഡർ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അഗെയിൻ ബ്ലൗസിൻ്റെ ഈ എൻഡിലും ഞാൻ ബോർഡറിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിന് ഞാനൊരു വിൻറ്റേജ് ടച്ച് കൊടുത്തത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ ഒരു ഹൈനെക്ക് ബ്ലൗസ് ഒക്കെ അടിച്ചിട്ടുള്ളത്. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ക്യാരി ഓഫ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടൊരു സാരിയാണ്. സോ മൂവിങ് ഓൺ ടു ദ തേർഡ് വൺ. തേർഡ് സാരി ഒരു ടിപ്പിക്കൽ ഒരു പട്ടുസാരി മോഡാണ്. അതായത് സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ആൻഡ് ഒരു കല്യാണത്തിനൊക്കെ പറ്റുന്ന ഒരു ആപ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. പിങ്ക് ആൻഡ് ബീജാണ് കോമ്പിനേഷൻ. സോ ഇതിൽ തന്നെ ബോഡി വരുന്നത് ഇങ്ങനെ. ഇതാണ് മുന്താണിയിൽ വരുന്നത്. ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഫങ്ഷനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ. ആൻഡ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് നല്ല എടുത്ത് കാണിക്കുന്ന ഒരു കളറും കൂടിയാണ്. ഇനി ഇതിൻ്റെ ഒരു ബ്ലൗസ് വരുന്നത് ഈ ഒരു കളറാണ്. ഞാനിതിൻ്റെ പഫ് ബ്ലൗസ്, അതായത് പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് പ്രിൻസസ് കട്ടിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. ആൻഡ് നല്ല ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഉടുത്തു കഴിഞ്ഞാലും നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഫങ്ഷൻ വെയർ ആയിട്ടൊരു ഗ്രാൻഡ് ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. നല്ലൊരു കളർ കോമ്പിനേഷനും. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്കാണ്. അപ്പം ഒരു ഫങ്ഷന് ഡെഫിനറ്റ് ആയിട്ടും പ്രിഫർ ചെയ്യാം. സോ നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സാരി. ഇതാണ് അടുത്ത സാരി വരുന്നത്. ഇതൊരു കംപ്ലീറ്റ് ഫാൻസി സാരിയാണ് കേട്ടോ. അതായത് യങ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ്. 1 ലെയർ ഒക്കെ എടുത്തിട്ട്. ആൻഡ് ഫുൾ ഓഫ് സ്ട്രൈപ്സിൻ്റെ ഒരു ഡിസൈൻ മാത്രമാണ് ഉള്ളത്. വേറെ ഒന്നുമില്ല, ഫുൾ സ്ട്രൈപ്സ് മാത്രമാണ്. ആൻഡ് എൻഡിൽ അഗെയിൻ ഈ ടസൽ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ. ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് ഈ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതും ഞാൻ എൻ്റെ ഒരു കംഫർട്ടിനനുസരിച്ച് പ്രിൻസസ് കട്ട് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. സോ നല്ല ഹെവി വർക്കാണ്. അപ്പോൾ പാർട്ടി വെയർ ആയിട്ടൊക്കെ കോളേജിലേക്കും കോളേജ് ഫങ്ഷൻസിനൊക്കെ ആയിട്ട് ഉടുക്കാൻ പറ്റുന്നൊരു സാരി തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് 1 ലെയർ ആണ് കുറച്ചും കൂടി ഭംഗിയായിട്ട്, ഓർ എൽസ് ഫോൾഡ് ചെയ്തിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടുക്കാവുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വെയറാണ്. ആൻഡ് ഓഫ് കോഴ്സ് ബ്രൈറ്റ് കളർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും. അടുത്തതെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഓഫീസ് വെയർ അല്ലെങ്കിൽ ഫോർമൽ വെയർ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. ആൻഡ് ഇത് വരുന്നത് സെമി ജൂട്ടാണ്. മെറ്റീരിയൽ വരുന്നത് ഒരു വീവിങ് പ്രിൻ്റ് ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ലാവൻഡർ എന്നൊക്കെ പറയുന്ന ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൻ്റെ ബോഡി വരുന്നത് ഇങ്ങനെയാണ്. ആൻഡ് മുന്താണി വരുന്നത് ഇതാണ്. മുന്താണി വരുന്നത് ഈ രീതിക്കാണ് മുന്താണി വരുന്നത്. എൻഡിൽ ടസൽ വർക്ക് ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ്. ആൻഡ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ആൻഡ് ഇതിന് ബ്ലൗസ് വരുന്നത് ഈ ഒരു കളറിലാണ് ബ്ലൗസ് വരുന്നത്. ആൻഡ് ഞാനിതൊരു കംപ്ലീറ്റ് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കോളറൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ കോളറിനൊക്കെ വെച്ചിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസസ് കട്ടുള്ളൊരു ബ്ലൗസാണ്.
സോ ഡെഫിനറ്റ് ആയിട്ടും ഓഫീസ് വെയർ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സാരിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കച്ച ഡിസൈൻസിൽ നിന്ന് കാണിച്ച 5 വെറൈറ്റി സാരീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് കാണാനായിട്ട് സ്റ്റേ ട്യൂൺഡ്.